സൗവർണിക, ഇന്നലെ മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് AK ബാലന്റെ ഒരു പ്രസ്താവനയാണ്. ഇപ്പോ ഇടതുപക്ഷത്ത് ആ ഭാഗത്തുള്ളതിൽ AK ബാലന് പൊതുവെ എല്ലാവരും കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സാത്വിക ഭാവമാണ്. AK ബാലൻ കുറച്ചുകൂടെ പക്വതയുള്ള ഒരാളാണ് എന്ന ഒരു കരുതലാണ് സമൂഹത്തിനുണ്ടായിരുന്നത്. എന്തായാലും ഇന്നലത്തോടെ അതങ്ങ് മാറിക്കിട്ടി. CPM-കാരുടെ ഉള്ളിലെല്ലാം ഉള്ളത് വർഗീയത മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രസ്താവന. കോൺഗ്രസിന്, അതായത് UDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കും എന്ന്. എത്ര അതിനെ ബാലിശമെന്നൊന്നുമല്ല പറയേണ്ടത്, എത്ര വർഗീയത വമിക്കുന്ന ഒരു പ്രസ്താവനയാണ് AK ബാലന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഇവര് വെള്ളാപ്പള്ളി നടേശനും AK ബാലനും എല്ലാം ഒരേ വഞ്ചിയിലെ യാത്രക്കാർ തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി UDF-നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതികരിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ സപ്പോർട്ട് UDF-നാണ് എന്ന് പറയുമ്പോൾ, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ സപ്പോർട്ട് തേടുകയും ഇവർ സപ്പോർട്ട് ചെയ്തു എന്ന് പരസ്യമായി ഒരു വേദിയിൽ വെച്ച് ഇവർക്ക് നന്ദി പറയുകയും ചെയ്ത പിണറായി വിജയനെ കേരളം മറന്നിട്ടില്ല. അപ്പോൾ അവരോടൊപ്പം നിൽക്കുമ്പോൾ അവരെല്ലാം പുണ്യാളന്മാരും, എന്നാൽ മറിച്ച് UDF-നോടൊപ്പം വരുമ്പോൾ അവരെല്ലാം വർഗീയവാദികളും ആവുന്നു എന്ന ഒരു നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, PDP നേതാവായ മദനി, അദ്ദേഹം പരപ്പന അവിടെ ജയിലിലാണ്. അത് എന്ത് കേസിനാണ്? കോയമ്പത്തൂർ സ്ഫോടന കേസിലാണ്. അതൊരു വർഗീയതയുമായി ബന്ധപ്പെട്ട് ജയിലിലായ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ മുഖ്യമന്ത്രിയും അവരുടെ ടീംസും എന്തുമാത്രം വാദിക്കുന്നുണ്ടായിരുന്നു. PDP നേതാവ് മദനിയോടൊപ്പം വളരെ ആഹ്ലാദത്തോടെ വേദി പങ്കിട്ടിരുന്ന പിണറായി വിജയനൊന്നും കേരളം മറന്നിട്ടില്ല. എന്നിട്ടും പറയുന്നു, എന്തർത്ഥത്തിലാണ് ഇദ്ദേഹം ഈ പറഞ്ഞത്, ഈ AK ബാലൻ അത് പറഞ്ഞത്? അത് AK ബാലന്റെ മാത്രം ശബ്ദമല്ല, അത് CPM-ന്റെ അല്ലെങ്കിൽ LDF മുന്നണിയുടെ തന്നെ ശബ്ദമായിട്ട് വേണം അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. എന്നിട്ടും ഈ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു സന്ദേശം, ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ അങ്ങ് LDF-ലേക്ക് ചെല്ലു എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വർഗീയത ഇവർ ഈ വമിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയോടൊപ്പം നടന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളം കേട്ടതാണ്. ആ പറഞ്ഞ വർഗീയതയിൽ നിന്നും ഒട്ടും കുറഞ്ഞതല്ല AK ബാലൻ എന്ന CPM നേതാവ് പറഞ്ഞ ഈ വർഗീയ പ്രസ്താവനയും. എന്നാൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അതിന് ചുട്ട മറുപടി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ ഈ കേൾക്കുന്നതെല്ലാം അപ്പാടെ വിശ്വസിച്ച് വോട്ട് കൊടുക്കുന്നവരല്ല ഇപ്പോൾ കേരളത്തിലെ ജനം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ആശ്വാസമുള്ളത്. ഇപ്പോ 2 തവണ LDF അധികാരത്തിൽ ഏറിയപ്പോൾ എന്തൊക്കെയായിരുന്നു അവരുടെ ചെയ്തികളെന്നും, അതായത് ക്ഷേമ പെൻഷനുകൾ, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിനായി എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്ന് വരുത്തുന്നു. പക്ഷെ എന്നിട്ട് അത് എങ്ങനെയാണ് അവർ അവരുടെ സ്വാർത്ഥ ലാഭത്തിന്, അതായത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി, വോട്ട് ബാങ്കിലേക്കായി ഈ ക്ഷേമ പെൻഷനുകളെ എങ്ങനെയാണ് ഇടതുപക്ഷം ഉപയോഗിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പറയുമ്പോഴെന്താണ്, ക്ഷേമ പെൻഷനുകൾ വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുകയും, എന്നാൽ എത്രത്തോളം കോരുന്നു എന്നുള്ളതെല്ലാം, അതൊക്കെ ഏത് സമയത്താണ് കൊടുക്കുന്നത്, ഇതെല്ലാം ജനങ്ങൾക്കറിയാവുന്നതാണ്. അതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇവരെ കരുതുന്ന എന്താണ്, ഇപ്പൊ കുറെ മുസ്ലിം വിഭാഗക്കാർ ഇതിനെ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും? UDF-ന് വോട്ട് കൊടുക്കൂ എന്ന് കരുതാൻ പറ്റുമോ? ഇല്ല. കാരണം UDF-നെ ഈ ന്യൂനപക്ഷവുമായി അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അല്ലാതെ, മറിച്ച് ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തി LDF-ലേക്ക് കൊണ്ടുവരിക, LDF-ന് വോട്ട് കൊടുക്കുക എന്ന ഒരു വെറും അത്തരം ഉദ്ദേശം മാത്രമാണ് ഇവർ നടത്തുന്നത്. കാരണം ഇപ്പൊ ആൾക്കാർക്ക് അറിയാം മുൻപ് ഇവർ എങ്ങനെയാണ് ജമാഅത്തിയെ കണ്ടിരുന്നതെന്നും, അത് മാത്രമല്ല PDP-യോടും ന്യൂനപക്ഷത്തോടും എല്ലാം ഈ കുറച്ചു നാൾ മുന്നേ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികളെ എത്രത്തോളം മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഇടതുപക്ഷം പ്രതികരിച്ചത് എന്നും, ഗണപതി മിത്താണെന്ന് പറയുകയും മറ്റു മതവിഭാഗക്കാരെ ചേർത്ത് പിടിക്കുകയും ചെയ്ത സമീപനമാണ് എല്ലാ കാലത്തും CPM-കാർ സ്വീകരിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നന്നായിട്ട് അറിയാം. ഇത്തരം ജൽപ്പനങ്ങളൊന്നും തന്നെ ഇവിടുത്തെ ഹിന്ദു വോട്ടുകളെ LDF-ലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയിരിക്കും. പിന്നെ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ പറയട്ടെ, ഈ പറയുന്നത് തന്നെയാണ് UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കാൻ കാരണമാകുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് കേരളം കണ്ടത്. ഇവരുടെ ചെയ്തികൾ തന്നെയാണ് ഇവർക്ക് പാരയായി മാറുന്നത്. അപ്പൊ വരട്ടെ, ഇനിയും ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങൾ നേതാക്കന്മാർ പറയട്ടെ എന്ന് തന്നെയാണ് UDF ക്യാമ്പുകൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവർക്ക് വെക്കാവല്ലോ AK ബാലൻ ഈ വിജയത്തിന്റെ ഐശ്വര്യം.
എന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പ്രസ്താവനകളെല്ലാം തന്നെ ഇനി LDFനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് കരുതുന്നു? അല്ല, ഇപ്പോ ഈ അടുത്ത കാലത്തായി നയങ്ങളിലും നിലപാടുകളിലും വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് മാറ്റം വരുത്തുന്ന ഒരു രീതിയാണ് LDF അല്ലെങ്കിൽ CPM പിന്തുടരുന്നത്. പണ്ട് തങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ പണ്ട് തങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നുവെങ്കിൽ വോട്ട് ബാങ്കുകളെ ഭൂരിപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ എല്ലാം മാറ്റി പറയുന്ന തങ്ങളുടെ നയങ്ങളിലും നിലപാടുകളിലും വെള്ളം ചേർക്കുന്ന തരത്തിലാണ് CPM മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന പോലെ AK ബാലൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്ന്. അപ്പൊ ഇന്ന് VD സതീശൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 4 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമി LDFനൊപ്പമായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ കൈകാര്യം ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നില്ലല്ലോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം എന്താണ്? മതവും ജാതിയും പറഞ്ഞ് രണ്ടു സമുദായങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ രണ്ടു മതക്കാരെ തമ്മിൽ എന്താണ് വർഗീയ കലാപത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് AK ബാലന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതൊരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണെങ്കിൽ പോലും ഒരു നാവുപിഴ പറ്റി എന്ന് പോലും പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല അത്. കാര്യം പറയാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണിത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനോടൊപ്പം കൂട്ടി വായിക്കാൻ പറ്റുന്ന തരത്തിലാണ് AK ബാലന്റെ പ്രസ്താവന. ഇപ്പോൾ CPI ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണ്? വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ എന്താണ് തള്ളുന്നു, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേ ബിനോയ് വിശ്വം CPM-നെ ഈ വിഷയത്തിൽ തള്ളുമോ എന്നത് കണ്ടറിയണം. പിന്നെ എന്താണ് ഇതിന്റെ അകത്ത് ഇനി CPM എടുക്കാൻ പോകുന്ന ഒരു നിലപാട്? CPM ഇത് കണ്ടില്ല കേട്ടില്ല. അവർക്കറിയാം എവിടെ പ്രതികരിക്കണം, ഇപ്പോഴൊന്നും വാ തുറക്കില്ല. പിന്നെ ഗോവിന്ദൻ മാസ്റ്ററോടൊന്നും ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താ അരി എത്രാന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ആളാണ് സംസ്ഥാന സെക്രട്ടറി. പിന്നെ മറ്റൊരു വിഷയം, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ശ്രീമതി ടീച്ചർ അവരുടെ ഒരു ബൈറ്റ് കണ്ടു. അതായത് ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് വനിതാ മതിൽ കെട്ടിയായിരുന്നല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെ സാത്വികമായിരുന്നു പറയുന്നു, അത് തെറ്റായി പോയി, അങ്ങനെ ഒരു വിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ പാടില്ലായിരുന്നു. വനിതാ മതിലിൽ പ്രത്യേക വേഷധാരികളെ, അതായത് അത് എനിക്ക് തോന്നുന്നു ഭയപ്പെടുത്തുന്ന എന്നൊക്കെ അവർ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് പർദ്ദയണിഞ്ഞ സ്ത്രീകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നല്ലോ. അപ്പൊ അതിനെയൊക്കെ വെച്ചിട്ട് അവർ വളരെ ഖേദപൂർവ്വം അതിനെ അനുസ്മരിക്കുകയാണ്. അന്ന് ഇതൊന്നും അല്ലായിരുന്നല്ലോ, അന്ന് എന്താ കരുതിയത്? ഇപ്പൊ സ്ത്രീകളെ അപ്പൊ പറയുന്നു അന്ന് കയറിയവരാരും ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തവരായിരുന്നു. അതായത് പാർട്ടി ചെയ്തതല്ലാതെ അവരൊക്കെ അവരുടേതായ രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് സംരക്ഷണം ഒരുക്കിയതാരാ? വിപ്ലവം സൃഷ്ടിക്കാൻ കയറിയെന്ന് പറയുന്നതിനപ്പുറം ആരുടെ അജണ്ടയായിരുന്നു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി നവോത്ഥാനം എന്ന വാക്ക് അവിടെ പറഞ്ഞതാരാണ്? അതെ, അത് മാത്രമല്ല, ഇവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കിയതാരാ? പോലീസ് സംരക്ഷണയിലാണ് ഇവരെ ശബരിമലയിൽ കയറ്റാൻ കൊണ്ടുപോയത്. അപ്പൊ എന്താണ്, എന്ത് സഹായവും സർക്കാർ ചെയ്യുമെന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ഇപ്പൊ അടുത്ത ന്യായീകരണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം ഹിന്ദു വോട്ടുകളെ ഉദ്ദേശിച്ച്. അതാണ് ചേച്ചി ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോ എന്താണ്, ഏത് വിധേനയും ഭൂരിപക്ഷങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തുക, അതിനുവേണ്ടി എന്തും തങ്ങൾ ചെയ്യും, തങ്ങളുടെ നിലനിൽപ്പിന് ഭൂരിപക്ഷങ്ങൾ ഒപ്പം നിന്നേ മതിയാകൂ എന്ന തിരിച്ചറിവ്, അതൊരു തിരിച്ചറിവ് തന്നെയാണ്. ആ തിരിച്ചറിവിന്റെ പേരിലാണ് എന്താണ് ഇതുപോലെ വർഗീയ പരാമർശങ്ങൾ നടത്തുക, സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുക, എന്താണ് ഇതിന് ചുക്കാൻ പിടിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരെ ചേർത്ത് നിർത്തുക, അവരെ തള്ളിപ്പറയാതിരിക്കുക. ഇതൊക്കെ കൊണ്ട് സർക്കാർ അല്ലെങ്കിൽ CPM ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൂരിപക്ഷങ്ങൾ ഏത് വിധേനയും തങ്ങളുടെ കൂടെ നിർത്തുക. നമ്മൾ പല സമയത്തും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ സാധാരണ ഇതിൽ പറയുന്നൊരു വാക്കാണ്, കേന്ദ്രത്തിലെ മോദിയാണ് കേരളത്തിലെ പിണറായി എന്ന്. ഈ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സംഘപരിവാറിന്റെ അജണ്ടയായിരുന്നു. അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ മുന്നണി, കോൺഗ്രസ് എന്ന് പറയുന്നത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ഉയർത്തിക്കാട്ടി ചെയ്ത അതേ രീതി, അതേ സംഘപരിവാർ അജണ്ടയാണ് AK ബാലൻ കേരളത്തിൽ നടപ്പാക്കാൻ നോക്കുന്നത്. അപ്പൊ എന്ത് ധാർമ്മികതയാണ്? അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് CPM-ന് മുഖ്യമന്ത്രിക്കും പറയാനുള്ള വാക്കുകളാണോ എന്ന്. അന്ന് പലരും ചോദിച്ചിട്ടും അതിന് CPM-ന്റെ MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടായില്ല. പക്ഷേ AK ബാലന്റെ പ്രസ്താവനയിലൂടെ പറയുന്നു, വെള്ളാപ്പള്ളി എന്താണ് സ്വയമേ പറയുന്നതല്ല, CPM-ന് വേണ്ടി വെള്ളാപ്പള്ളി സംസാരിക്കുന്നതാണ്, വെള്ളാപ്പള്ളിയുടെ ശബ്ദം എന്ന് പറയുന്നത് CPM-ന്റെ ശബ്ദമാണെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ CPM AK ബാലനെ തള്ളി പറയട്ടെ, ഈ വിഷയത്തിൽ AK ബാലനെ തള്ളി പറയട്ടെ, അല്ലെങ്കിൽ എന്താണ് ഈ വിഷയത്തിൽ CPM-ന്റെയും CPI-യുടെ നിലപാട്? കാര്യം വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞ ബിനോയ് വിശ്വം AK ബാലനെ തള്ളി പറയാൻ നോക്കാം. അപ്പൊ മനസ്സിലാവുമല്ലോ എന്ത് അജണ്ടയാണ് ഇവർ ഇതിലൂടെ പുറത്ത് സന്ദേശം, എന്ത് അജണ്ട, എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന്. ഒരു കാര്യം, ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് കേരള ജനത ഇരിക്കുന്നതും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതും. ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം ഇതിനെങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത്.